ഞാൻ സിസ്റ്റർ ടെസ മാനുവൽ, MSMI, സിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ. 1976 നെല്ലിക്കുറ്റി ഇടവകയിൽ കുടുംബ പ്രേക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിയോൻ കോൺവെൻറ്റ് ആരംഭിച്ചു. തുടർന്ന് സുവിശേഷ പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുത്ത് കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും യേശുവിൻ്റെ രക്ഷിക്കുന്ന സ്നേഹം പകർന്നു കൊടുക്കുവാനുമായി സിയോൻ ധ്യാന സെൻറ്റർ ആരംഭിച്ചു. ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മയോടെ ആരംഭിച്ച ഈ കൂട്ടായ്മ തുടർന്ന് വളർന്ന് ഇന്ന് ഒത്തിരിയേറെ ശുശ്രൂഷകൾ ഈ സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ഏകദിന കൺവെൻഷൻ നടക്കുന്നു. ഇതിൽ 100-150 ആൾക്കാർ പങ്കെടുക്കുകയും ഒത്തിരിയേറെ സൗഖ്യവും അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപകളും ജീവിതത്തിൽ സ്വന്തമാക്കുകയും ചെയ്യുന്നു. എല്ലാ രണ്ടാം വെള്ളിയാഴ്ചകളിലും ജാഗരണ പ്രാർത്ഥന നടക്കുന്നു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 1 മണി വരെയുള്ള ഈ പ്രോഗ്രാമിൽ ഒരുപാട് ആൾക്കാർ വന്ന് പങ്കെടുക്കുകയും ഈശോയുടെ വലിയ സൗഖ്യവും അനുഗ്രഹവും രക്ഷയും സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അതുപോലെ താമസിച്ചുള്ള ധ്യാനങ്ങളും, പ്രത്യേകമായിട്ട് ആന്തരിക സൗഖ്യ ധ്യാനങ്ങൾ, വളർച്ചാ ധ്യാനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽസ് ധ്യാനം, ക്രിസ്ത്യൻ ധ്യാനങ്ങൾ, ഇതുപോലുള്ള ധ്യാന പ്രോഗ്രാമുകൾ ഇന്ന് അനേകർക്ക് യേശുവിൻ്റെ രക്ഷയും സ്നേഹവും സൗഖ്യവും സ്വന്തമാക്കുന്നതിന് ഇടവരുത്തുന്നുണ്ട്. സിയോൻ ധ്യാന സെൻറ്ററിൽ ശുശ്രൂഷകരിലൂടെയും ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ഇന്ന് ഒത്തിരിയേറെ ഈ അടുത്തുള്ള പ്രദേശങ്ങളിലേക്കും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം വർഷിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ശക്തനായ ന്യായാധിപനായിരുന്നു യെഫ്ത. അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ കർത്താവ് യെഫ്തയെ തെരഞ്ഞെടുത്തു. ദൈവാത്മാവ് അവന്റെ മേൽ ആവസിച്ചു. പ്രഭോ, പുറപ്പെടാൻ നേരമായി. യഹോവേ, ഞാനിതാ പുറപ്പെടുന്നു. പടനയിച്ചു മുന്നേറുകയാണ്. നീ കേൾക്കുന്നില്ലേ അമോന്യരുടെ നിലവിളികൾ? അമോന്യർ കീഴടങ്ങിയിരിക്കുന്നു. യുദ്ധം ജയിച്ചു വരുന്ന യെഫ്തയെ വരവേൽക്കാൻ കൊട്ടാരം ഒരുങ്ങട്ടെ. അമ്മേ, പിതാവിനെ ഞാൻ സ്വീകരിക്കട്ടെ? അവിടുത്തെ എതിരേൽക്കാൻ നീ മതിയോ മകളെ? ദലീല, യെഫ്തയെ എതിരേൽക്കുവാൻ ഏറ്റവും യോഗ്യത എന്റെ ഈ കൊച്ചുമോക്ക് തന്നെ. തപ്പുകൾ എടുത്തു നിർത്തമാടൂ, വേഗമാകട്ടെ. മോളെ, നീ ചതിച്ചല്ലോ ദൈവമേ. ഇല്ല ഇല്ല, എനിക്കാവില്ല. എന്റെ മകളെ യുദ്ധമുഖത്ത് പതറാത്ത നീ എന്തേ? ഈ യുദ്ധത്തിൽ ഞാൻ ജയിച്ചാൽ ആദ്യം എന്നെ എതിരേൽക്കുന്നയാളെ യഹോവയ്ക്ക് ദഹനബലി അർപ്പിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. അതെന്റെ എന്റെ പൊന്നുമോളാകുമെന്ന് ഞാൻ കരുതിയില്ല. ആറ്റുനോറ്റുണ്ടായ ഏക മകളെ എങ്ങനെ? ഇല്ല, യഹോവയ്ക്ക് കൊടുത്ത വാക്കു മാറ്റാനാവില്ല. പിതാവേ, അങ്ങ് കർത്താവിന് കൊടുത്ത വാക്കനുസരിച്ച് എന്നെ ബലിയർപ്പിച്ചു കൊള്ളുക.
തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അന്ന് കൊല്ലം 10-15 ഏക്കർ സ്ഥലം പോനം കുത്തി അത് മുഴുവൻ കൃഷിയും ചെയ്ത് മുഴുവൻ പന്നിയും കൊണ്ടുപോയി. പന്നിയും കടവാമ്പത്തായിട്ട്. അന്ന് ഒരു എവിടെ ഒരു സാധനം പോലും കിട്ടിയില്ല. ചെങ്ങളായി പോകണ റേഷനായിരുന്നു അത് മേടിച്ച് കൊണ്ടുവന്ന കഴിയുന്നത്. കൃഷി നെൽകൃഷിയും കപ്പ ചേന ഇതൊക്കെയാണ് നട്ടത്. നെൽകൃഷി ചെയ്ത് മുഴുവൻ പോനം അത് പന്നിയും കടവാമ്പത്തായിട്ട് കൊണ്ടുപോയി. പനി വരുമ്പോൾ കൂട്ടമ്മത്ത് പോയിട്ട് ഡോക്ടർ ഉണ്ടായിരുന്നു. അയാളോട് മരുന്ന് മേടിച്ച് കുടിച്ചിട്ട് കഴിയുമ്പോൾ പനി പോവും. പിന്നെയും പനി വരും. കടുവ വന്ന് പശുവിൻ്റെ കിടാവിനെ പിടിച്ചപ്പം പന്നിയെ വന്ന് കൂട്ടപ്പന്നി വന്ന് കടിക്കുന്ന ഞാൻ മുറ്റത്തിറങ്ങിയപ്പം കൂട്ടിയിൽ അങ്ങോട്ട് ഓടിയായി. ഓടി കൂടി വെച്ചപ്പം കടുവ പോയി. കിടാവിനെ കടിച്ച് മുറിച്ചു. അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ചത്തുപോയി. അങ്ങനെ ആ കടുവ ഓടിപ്പോയി അവിടെ നിന്ന്. പിന്നെ ആ പശു അവിടെ നിൽക്കുകയില്ലായിരുന്നു തന്നെ. ആ പശു വെട്ടും പറിച്ച് എങ്ങോട്ടേലും പോകും. ഇരിക്കൂറിന്ന് ഇവിടം വരെ നടന്നു നല്ല വെയിലത്ത്. അത് കഴിഞ്ഞ് വന്നൊരു കുഞ്ഞ് കൃഷ്ണാപൂര ഉണ്ടായിരുന്നു. അവിടെ താമസിച്ചു. ഞാൻ ഹോട്ടൽ കൊണ്ടൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് കടുവായും ആന അതൊക്കെ കണ്ടിട്ടുണ്ട്. കടുവ ഒരിക്കൽ എൻ്റെ നേരെ ചാടി വന്നു. അപ്പം ചാണകം എടുക്കാൻ പോയതായിരുന്നു. ചാണകക്കൊട്ട അവിടെ വെച്ച് ഞാൻ മുരിക്കുന്നിടത്തോട്ട് ഓടിപ്പോയി. അവിടെ ചെന്ന് കാർന്നവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. രോഗമൊക്കെ വരുമ്പം ചെങ്ങളായിൽ ഒരു പിന്നെ വൈദ്യരുണ്ട്. അവിടെ പോയി മരുന്ന് മേടിക്കും. എന്നിട്ട് നല്ലപോലെ പനി വന്നായിരുന്നു. ഒത്തിരി ഒന്നരാടം പനി. ആ പനി കഴിയുമ്പോൾ ഒന്നരാടം അന്നേരം വെച്ച് നടക്കും. അത് കഴിഞ്ഞ് കൊയിനാഗുളിക മേടിച്ച് കൊണ്ടൊന്ന് കഴിക്കും. അന്ന് ഇവിടെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. നടന്നായിരുന്നു പോകണം. ഞങ്ങൾ മരുന്ന് മേടിക്കാനും നടന്നാണ് പോകുന്നത്. കാലത്തെ പോയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും വരുള്ളൂ. ഒത്തിരി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കും. ഈശോയോടും 53 മുടക്കിയല്ല. നിത്യവിശുദ്ധയം കന്യാമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. യാക്കോബിൻ പ്രിയ ദൈവമേ
എൻ്റെ പേര് സിസ്റ്റർ ലിൻഡ. ഞാൻ ഈ പുഷ്പനിവാസ് ബാലഭവൻ്റെ ഡയറക്ടറായി ശുശ്രൂഷ ചെയ്യുന്നു. നിർധനരും നിരാലംബരുമായ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു ഭവനം ആരംഭിക്കുക എന്ന MSMI സഭാസ്ഥാപകനായ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ CJ വർക്കി അച്ഛൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അച്ഛൻ്റെ ഈ ചിരകാല അഭിലാഷത്തിൻ്റെ പൂർത്തീകരണമെന്നോണം 1996 മെയ് 28 നെല്ലിക്കുറ്റി വിമലഗിരി കോൺവെൻറ്റിനോട് ചേർന്ന് പുഷ്പനിവാസ് ബാലഭവനം തലശ്ശേരി രൂപതയുടെ ഇടയനായ അഭിവന്യ മാർ ജോർജ് വലിയമറ്റം പിതാവ് ആശീർവദിച്ചു. ബഹുമാനപ്പെട്ട സിസ്റ്റർ മെറ്റിൽഡായുടെ നേതൃത്വത്തിൽ 14 കുട്ടികളോടുകൂടി ആരംഭിച്ച ഈ ഭവനം ഏകദേശം 250 കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കുവാൻ തക്കവിധം വികസിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. 1 മുതൽ +2 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളുകളിൽ അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുന്നതോടൊപ്പം കുട്ടികളുടെ ആധ്യാത്മിക കലാകായിക രംഗങ്ങളിൽ സിസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഉന്നത നിലകളിൽ എത്തിച്ചേരുവാനും ജോലി സാധ്യതകൾ നേടിയെടുക്കുവാനുമായിട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് കഴിഞ്ഞു എന്നതിൽ ദൈവസന്നിധിയിൽ പ്രത്യേകം നന്ദി പറയുന്നു. ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചകവചനം. ആദിമനാദം വചനം ആദിമരൂപം വചനം പാവനവചനം ഭാസുരവചനം പാപവിമോചകവചനം. വചനം 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 വചനം. സാനി സനി ധമ ഗമദനി നീദ നീദ നിധ മഗരി ഗമദ ധാമദ മദ മഗരി സരി ഗമ മഗ സരി ഗമ രി ഗമദ ഗമദ മദനി. മേഘമായി കാത്തുപാലിച്ചൊരു വചനം ചെങ്കടൽ രണ്ടായി പിളരുവാൻ കൽപ്പിച്ച വചനം. സീനായിലന്നു തൻ കൽപ്പനയേകിയ വചനം മന്നയായി പറവയായി ഭക്ഷണമേകിയ വചനം. വചനം
വചനം വചനം വചനം മോശയെ സാംസനെ ദാവീദിനെ ഭൂമിക്കു നൽകിയ വചനം മോശയെ സാംസനെ ദാവീദിനെ ഭൂമിക്കു നൽകിയ വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവന വചനം ഭാസുര വചനം പാപവിമോചക വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവന വചനം ഭാസുര വചനം പാപവിമോചക വചനം 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 സനിധമഗസ വചനം 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 മരുഭൂമിയിൽ നിന്നുയരുന്ന ശബ്ദമാം വചനം വിധിയൊരുക്കുവാനാഗതനായൊരു വചനം മരുഭൂമിയിൽ നിന്നുയരുന്ന ശബ്ദമാം വചനം വിധിയൊരുക്കുവാനാഗതനായൊരു വചനം കാലിത്തൊഴുത്തിലെ പൊന്നുണ്ണിയായൊരു വചനം കാൽവരിയിൽ സ്വന്ത ജീവൻ സമർപ്പിച്ച വചനം കാലിത്തൊഴുത്തിലെ പൊന്നുണ്ണിയായൊരു വചനം കാൽവരിയിൽ സ്വന്ത ജീവൻ സമർപ്പിച്ച വചനം 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 ശീമോനെ തോമായെ പൗലോസിനെ ഭൂമിക്കു നൽകിയ വചനം ശീമോനെ തോമായെ പൗലോസിനെ ഭൂമിക്കു നൽകിയ വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവന വചനം ഭാസുര വചനം പാപവിമോചക വചനം ആദിമനാദം വചനം ആദിമരൂപം വചനം പാവന വചനം ഭാസുര വചനം പാപവിമോചക വചനം 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 സനിധമഗ